നമസ്കാരം. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസം. പ്രതിപ്പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച് അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നു. സത്യം ജയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഗൂഢാലോചന നടത്തിയത് മോദിയും അമിത്ഷായുമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മദ്യവിൽപ്പനയ്ക്ക് ലൈസൻസ് നൽകിയതിൽ കോടികളുടെ അഴിമതി നടന്നു എന്നാണ് പ്രധാനമായ ആരോപണം നിലനിന്നത്. നയരൂപീകരണ നടപടിക്രമങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ 2022 ജൂലൈയിൽ ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലായിരുന്നു കേസ് ഉയർന്നു വന്നത്. അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എടുത്ത ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സർക്കാരിന് 580 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ലൈസൻസ് ഫീസ് കിഴിവുകൾ, പിഴകളിലെ ഇളവ്, കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട ഇളവ് തുടങ്ങി ഇളവുകൾ നൽകി മദ്യവ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നടത്തിപ്പുകാരിൽ നിന്നും ആം ആദ്മി സർക്കാരും നേതാക്കളും പണം വാങ്ങിയെന്നാണ് ആരോപണം. കൂടാതെ ഈ പണം 2022 പഞ്ചാബിലും ഗോവയിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചെലവഴിച്ചതായും കേന്ദ്ര ഏജൻസി ചൂണ്ടിക്കാണിച്ചു. റിപ്പോർട്ട് CBIക്ക് കൈമാറിയതോടെയാണ് സിസോദിയയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങളെത്തിയത്. സിസോദിയ, AAP കമ്മ്യൂണിക്കേഷൻസ് ഇൻചാർജ് വിജയ് നായർ എന്നിവർ ഉൾപ്പെടെ 14 പേരെയായിരുന്നു CBI FIRൽ ഉൾപ്പെടുത്തിയത്. മൊത്ത വ്യാപാര സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് 12% മാർജിൻ നൽകി 6% കൈപ്പറ്റിയെന്നാണ് EDയുടെ ആരോപണം. തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള സൗത്ത് ഗ്രൂപ്പിന് മദ്യവിതരണ സോണുകൾ ലഭിക്കാൻ 100 കോടി കൈക്കൂലി വാങ്ങിയതായും ED പറഞ്ഞിരുന്നു. അടുത്തിടെ തെലങ്കാന മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവിന്റെ മകളും BRS നേതാവുമായ K കവിത സൗത്ത് ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നും അരവിന്ദ് കെജ്രിവാളുമായും സിസോദിയയുമായും ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ചും അറസ്റ്റ് ചെയ്തിരുന്നു. ഓംകോൾ MP മഖുണ്ട ശ്രീനിവാസുലു റെഡ്ഡിയുടെ മകൻ രാഘവ് മഖുണ്ട, PV രാംപ്രസാദ് റെഡ്ഡിയുടെ മകൻ P ശരത് ചന്ദ്ര റെഡ്ഡി, ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അരബിന്ദോ ഫാർമയുടെ സഹസ്ഥാപകൻ എന്നിവരും സംഘത്തിന്റെ ഭാഗമാണെന്ന് ആരോപിച്ചിരുന്നു. അതേസമയം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കെജ്രിവാളിനെതിരെ ആരോപണമുണ്ടായതെന്ന് നോക്കിയാൽ മാർച്ച് 18 കവിതയുടെ അറസ്റ്റിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഗൂഢാലോചനയിൽ ബന്ധമുണ്ടെന്ന് ED ആദ്യമായി ആരോപിച്ചത്. മദ്യനയ രൂപീകരണത്തിലും നടപ്പാക്കലിലും നേട്ടമുണ്ടാക്കുന്നതിനായി അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെയുള്ള AAPയുടെ ഉന്നത നേതാക്കളുമായി K കവിതയും മറ്റ് അംഗങ്ങളും ഗൂഢാലോചന നടത്തിയതായി ED അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. ഇപ്പോഴിതാ ഈ മനീഷ് സിസോദിയയെയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്.